ഫ്രണ്ട്സ്, അപ്പോൾ മനോഹരമായ പുലാമന്തോൾ പാലത്തിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇന്നത്തെ യാത്ര തൃശ്ശൂരിലേക്കാണ്. മാളാരവിന്ദൻ ഉണ്ടല്ലോ, പഴയ സിനിമ നടന്, അവരുടെ നാട്ടിലാണെന്ന് വർക്ക് ചെയ്യാനുള്ളത്, മാളയിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അയൽവാസികൾക്കോ കുടുംബങ്ങൾക്കൊക്കെ അടുപ്പ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്ത് മാക്സിമം എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ആലുവടുപ്പ് പൊളിച്ചിട്ട് വേണം പട്ടാമ്പിടുപ്പ് വെക്കാൻ. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ആലുവടുപ്പും പട്ടാമ്പിടുപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇതുപോലെ ആലുവടുപ്പാകുമ്പോൾ ഇതുപോലെ സ്റ്റീൽ കത്തിപ്പോവും, പൊള്ളക്കും. അതുപോലെ ഉള്ളിലത്തെ സ്റ്റീലൊക്കെ ഇളകിപ്പോയി കംപ്ലൈൻ്റ് ആവും, ആകെ കറ പിടിച്ച് പൊള്ളച്ച് അതിൻ്റെ സ്ക്രൂ ഒക്കെ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കാണും, ഒക്കെ ആകെ വൃത്തിയുടെ പെട്ടെന്ന് പൊള്ളച്ച് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റും ക്ലേയും നിറച്ചിരിക്കുകയാണ്, അത് ഇളകി പോരാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇതുപോലെ ഉള്ളിൽ ഒരു തകര ഷീറ്റിൻ്റെ മുകളിൽ ഒരു പേപ്പർ കാനുള്ള സ്റ്റീലേ ഉണ്ടാവുള്ളൂ. ആലുവടുപ്പിനെ കുറ്റം പറയില്ല കേട്ടോ, അതിനുള്ള റേറ്റ് അതിന് വരുന്നുള്ളൂ, റേറ്റ് കുറവാണ്. സാധാരണക്കാർക്ക് അത്ര റേറ്റിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ആലുവടുപ്പ് ചെയ്യേണ്ടി വരും. അത് വൃത്തിയായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ കുറേ നിൽക്കുകയും ചെയ്യും. ഉള്ളിൽ ഇതുപോലെ സിമെൻറ്റും ക്ലേയും നിറച്ചത് കൊണ്ട് തന്നെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അടർന്ന് പോരാനൊക്കെ സാധ്യതയുണ്ട്. പട്ടാമ്പിടുപ്പ് ഇതുപോലെ ഉള്ളിൽ കാസ്റ്റേൻ്റെ ഷീറ്റാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ 2mm SS സ്റ്റീലാണ്. 304 സ്റ്റീലായതുകൊണ്ട് തന്നെ പൊള്ളൊക്കെ കത്തിപ്പോയൊന്നും ചെയ്യില്ല. കാന്തം പിടിക്കാത്ത സ്റ്റീലായതുകൊണ്ട് തുരുമ്പെടുക്കുന്ന പ്രശ്നമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല, കനമുള്ള സ്റ്റീലാണ്. അപ്പോൾ ഇവിടെ ആലുവടുപ്പ് പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അവിടുത്തെ സിമെൻറ്റൊക്കെ അടിച്ച് പൊളിച്ച് കളയണം. കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ അടിച്ച് പൊട്ടിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. എന്നാലും പല ആൾക്കാരും വിളിച്ച് ചോദിക്കലുണ്ട് അടുപ്പ് പൊളിച്ച് മാറ്റി വെക്കണം, അപ്പോൾ ഞങ്ങൾ പൊളിക്കണമെന്നൊക്കെ. നിങ്ങൾ പൊളിക്കണതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് മൊത്തം പൊളിച്ച് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് മാത്രമേ പൊളിക്കേണ്ടതുള്ളൂ. അത് നിങ്ങൾ അടുപ്പിൻ്റെ ഫോട്ടോ വിട്ട് തന്നാലും ഞാൻ മാർക്ക് ചെയ്ത് വിട്ട് കൊടുക്കലുണ്ട്, ഇത്രയും ഭാഗം പൊളിച്ചാൽ മതി എന്ന്. കാരണം എന്താ വെച്ചാൽ ഫുള്ളായിട്ട് പൊളിച്ചാലും അടുപ്പ് വെച്ചിട്ട് ബാക്കി ഭാഗം വീണ്ടും ഫില്ല് ചെയ്യണം. അപ്പോൾ വെറുതെ പൊളിച്ച് ഒഴിവാക്കിയിട്ട് റിസ്ക് എടുത്ത് പൊളിച്ചിട്ട് പിന്നെ അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്ര മാത്രം ഭാഗം പൊളിച്ചാൽ മതി എന്ന് പറയുന്നത്. അടുപ്പ് വെക്കാനുള്ളൊരു സ്പേസും പിന്നെ പൈപ്പിക്ക് ഹോൾസ് പോകാനുള്ളൊരു ഹോൾസും ആ ഒരു സ്പേസും മാത്രമേ പൊളിക്കേണ്ടതുള്ളൂ. ബാക്കി ഭാഗം പൊളിക്കണമെന്ന് നിർബന്ധമല്ല. ഇനി പൊളിച്ച് ഒഴിവാക്കിയെന്ന് കരുതിയും പ്രശ്നമല്ല, പിന്നീട് അത് ഫില്ല് ചെയ്താണ്ട് ക്ലിയർ ചെയ്യണമെന്നുള്ളൂ. ഇതുപോലെ കാസ്റ്റിൻ്റെ ഡ്രം വെച്ചിട്ടാണ് നമ്മൾ പട്ടാമ്പിടുപ്പ് ചെയ്യുന്നത്. ഉള്ളിൽ കാസ്റ്റിൻ്റെ ഡ്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 2mm SS സ്റ്റീൽ ആണ് ചെയ്യുന്നത്. കനമുള്ള കാസ്റ്റിന്മേൽ 2mm SS സ്റ്റീലാണ് വരുന്നത്. 304 സ്റ്റീലാണ്. ഇപ്പോൾ കാസ്റ്റേനൊക്കെ വെച്ചിട്ടുണ്ട്. ചുമരൊക്കെ ആദ്യം അവർ ടൈലൊട്ടിച്ചത് കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചുറ്റുഭാഗം കുറച്ച് മെറ്റലൊക്കെ ഫില്ല് ചെയ്ത് കണ്ട് അത് മെറ്റൽ ഇടുന്നത് എന്തിനാ വെച്ചാൽ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റലിടുന്നത്. മെറ്റലിട്ടിട്ട് സാധാരണ ഞങ്ങൾ റഫായിട്ട് ചെയ്ത് പോരലുള്ളൂ, ഇതുപോലെ പരിക്കനിട്ട് റഫായിട്ട് ചെയ്ത് പോരല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ചുമരൊക്കെ ടൈലൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 3 ഭാഗത്തും ചെറിയ 3 പീസ് ഗ്രാനൈറ്റേ വരുന്നുള്ളൂ. അപ്പോൾ അതിനിപ്പോൾ ഒരു പണിക്കാരനെ വിളിക്കണ്ടല്ലോ എന്ന് കരുതിയാൽ ഞാൻ തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുമ്പോൾ ഈ വെള്ള സ്റ്റിക്കർ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കലുണ്ട്, ഇതെന്താ വെള്ള കളർ, ഇത് സ്റ്റീലല്ലേ എന്നൊക്കെ. ശരിക്കും ഇത് ജിൻഡാലിൻ്റെ അതിൻ്റെ മുകളിൽ വരുന്ന കോട്ടിങ്ങാണത്. ആ കോട്ടിങ് പ്ലാസ്റ്റിക് പറിച്ച് കളഞ്ഞാൽ ഇതുപോലെ വൃത്തിയുള്ള SS സ്റ്റീൽ തന്നെ ആണ് അടുപ്പുണ്ടാവുക. നല്ല കനമുള്ള സ്റ്റീൽ തന്നെയാണ്. പിന്നെ സ്ക്രൂ ഒക്കെ റിബിറ്റ് ചെയ്ത് ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് പുറത്തേക്ക് സ്ക്രൂ ഒന്നും കാണില്ല, നല്ല ഫിനിഷിംഗ് ആണ്. പിന്നെ വിറക് വെക്കുന്ന ഭാഗത്തൊക്കെ സ്റ്റീൽ തന്നെയാണ്. ആ സ്റ്റീൽ അങ്ങനെ ചൂടാവുകയൊന്നും ചെയ്യില്ല. മൂടികളൊക്കെ SS സ്റ്റീലിൽ തന്നെ കട്ട് ചെയ്ത സ്റ്റീൽ മൂടികളാണ് അതിൻ്റെ കൂടെ വരുന്നത്. ഈ ഫ്രണ്ടത്തെ സ്റ്റീൽ അങ്ങനെ ചൂടാവുകയൊന്നുമില്ല, അത് ആ ഒരു മെറ്റീരിയലിലാണ് ഫ്രണ്ടത്തെ സ്റ്റീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. പിന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ഞാൻ വന്ന് ഫിറ്റ് ചെയ്ത് തരും. നിങ്ങൾ അയൽവാസികൾക്കോ കുടുംബങ്ങൾക്കൊക്കെ അടുപ്പ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് ബൈ.